ഞാൻ ഇന്ന് 4 ദിവസമായി ഞാൻ വെഞ്ഞാറോട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വെഞ്ഞാറിലേക്ക് വരുമ്പോൾ ബൈക്കിൽ വരുമ്പോൾ ഇവൻ പെൺകുട്ടിയെ ബാക്കിൽ വെച്ചുകൊണ്ട് ആറ്റി റോഡിലോട്ട് പോകുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് മുഖം മാറ്റി, കാരണം ഞാൻ കാണണ്ട, അവനും എന്നെ കണ്ടു, ഞാനും കണ്ടു. എന്നാലും ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ പോന്നു. അത് മെനിങ്ങാണ് അതിവിടെ നിന്ന് പറയുന്നതാണ്, എനിക്കറിയില്ല. അല്ല, അതിനെ ഞാൻ കുറിച്ചൊന്നും പറഞ്ഞില്ല, എന്ന് പറയില്ല. എന്നോട് ഞാൻ ആദ്യം അറിയുന്നത് എൻ്റെ ഭാര്യ വിളിച്ച് പറയുന്നതാണ്. കാരണം അവള് പനവൂര് ബ്രാഞ്ചിൽ KSFL ബ്രാഞ്ചിൽ ജോലി ചെയ്തിട്ട് 5:45 ബസ്സിലിരിക്കുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ് ഷമീര വീട്ടിൻ്റെ നിങ്ങൾ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഷമീര വീടിൻ്റെ മുമ്പ് 2-3 ആംബുലൻസ് കിടക്കുന്നു, നിങ്ങളൊന്ന് ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിലാണ് ലത്തീഫ് എന്ത് കാര്യത്തിനും റഹീമിന്റെ വാപ്പാടെ സ്ഥാനത്ത് ലത്തീഫാണ് ഇവിടെ വരാറുള്ളത്. അത് ഞാൻ ഉള്ളപ്പോഴും അങ്ങനെയാണ്. പെരുന്നാളായാലും ഓണായാലും എപ്പോഴും ഞാനും വരും. പള്ളിയിൽ ഞാനും പെരുന്നാളും ഇവിടെ കയറിയിട്ടൊക്കെയാണ് പോണത്. മുമ്പ് അച്ഛന്റെ അമ്മേനെയും അച്ഛന്റെ സഹോദരനെയും ഒക്കെ ഉപദ്രവിക്കാൻ മാത്രം അങ്ങനെ അവരിവിടെ വരണതുകൊണ്ട് തടസ്സം എന്താണെന്നുള്ളതൊന്നും അതിനെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ റഹീമിന്റെ ഉമ്മ എന്ന് പറയുന്നത് 80 വയസ്സ് പ്രായമായതാണ്. അവർ പഴയൊരു തറവാട് ചാണാമൊഴിയ വീടാണ് ഞാൻ പോയിട്ടുള്ളത്, ഇത്രയും ക്ലാസ് പോയിട്ടുള്ളതാണ്. തൊട്ടടുത്ത് മക്കളുണ്ട്. അവർ പക്ഷെ മക്കളടുത്തോട്ട് പോയി താമസിക്കില്ല. ചാണാമൊഴിയ വീടാണ്, പോലെയാണ്, ഒറ്റയ്ക്കാണ് താമസം. അവന് ആരോഗ്യമൊക്കെ ഉണ്ട്, വലിയ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ചേട്ടൻ അല്ല, എനിക്ക് ഇപ്പോഴത്തെ സംഭവങ്ങളൊന്നും അറിയില്ല. ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം അറിയില്ല. എനിക്ക് പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒന്നും അറിയില്ല. ലത്തീഫ് എന്ത് കാര്യത്തിനും ഇവിടെ വരുന്നതാണ്. റഹീമിന്റെ ചേട്ടനാണ് ലത്തീഫ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഇവിടെ എന്ത് കാര്യത്തിന് റഹീമാണ് മുൻപന്തിയിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എത്തുമായിരുന്നു 2 വർഷം മുമ്പ് വരെ. അത് കഴിഞ്ഞ് എന്നെ അവൻ വിളിക്കും, അല്ലെങ്കിൽ എവള് വിളിക്കും. എന്ത് കാര്യത്തിന് എന്നെ വിളിക്കും. സായിദ എന്ന് പറഞ്ഞത്. പേരെനിക്കറിയില്ല, ഇവര് പറഞ്ഞാണ് അറിയുന്നത്. സായിദ അറിഞ്ഞു. ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ല, പ്രതികരിച്ചില്ല, പറഞ്ഞില്ല. ഇല്ലല്ല, ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാനുള്ള ഇതല്ലല്ലോ, ഒരാളല്ലല്ലോ, ഒരു മോനല്ലല്ലോ മരണപ്പെട്ടിരിക്കുന്നത്. അമ്മ മരിച്ചു, ചേട്ടൻ മരിച്ചു, ചേട്ടത്തി മരിച്ചു, ഇളയമോ മരിച്ചു, വൈഫ് അതീവ ഗുരുതരമായി കിടക്കുന്നു. ഈ വൈഫിന്റെ കണ്ടീഷനിൽ ഇപ്പൊ എന്തെങ്കിലും പോലീസ് ആശുപത്രി എന്തെങ്കിലും പറയുന്നുണ്ടോ? വിളിച്ചില്ല. ഇതാണ് ഏറ്റവും അടുത്ത ബന്ധുവാണ് പ്രതികരിച്ചത്. അമൃത, ഈ കൊല്ലപ്പെട്ട കുടുംബത്തിലെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്.